കൊച്ചിയിൽ നിന്ന് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത്. നമ്മൾ തൊടുപുഴ എത്തിയപ്പോൾ 90s കോട്ടയം പറഞ്ഞ കഫേന്നും, സോറി കഫേ അല്ല, റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് ബിരിയാണി ആയിരുന്നു എന്നത്തെയും പോലെ. പിന്നെ നല്ല സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈന്തപ്പഴ അച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വേറെ ഏത് അച്ചാർ കഴിച്ചാലും ഇത് ഞാൻ കഴിക്കും. പിന്നെ അവിടുത്തെ ഫുൾ റെസ്റ്റോറൻറ്റ് നമ്മളൊന്ന് ചുറ്റി നടന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിലിങ്ങനെ ഓപ്പൺ സ്പേസിലാണ് അവർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെത്തിയപ്പോൾ നല്ല മഴ കഴിഞ്ഞൊരു സമയമായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പുറമേ നിന്നുള്ള വ്യൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു റെസ്റ്റോറൻ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നില്ല. ഫുള്ള് ചെടികളൊക്കെ വെച്ച് അടിപൊളിയാക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഇടുക്കിക്കാണ് പോകുന്നത്. ഇടുക്കി മുകളിലെത്തിയപ്പോഴുള്ള വ്യൂസാണിത്. നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയതായിട്ടുള്ള വീടുകൾ നമുക്ക് മുകളിലെത്തിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ വണ്ടി നിർത്തി നോക്കിയിട്ടുണ്ടപ്പോൾ അപ്പോൾ അവിടെ ഞാവൽപ്പഴം കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഞാവൽപ്പഴം തീരെ കാണാൻ കിട്ടാത്തൊരു ഇതാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതൊരു ഡാമിൻ്റെ വ്യൂ ആണ്. ഫുൾ എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ കയറിക്കൊണ്ടിരിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ചൊരു കുന്ന് പോലെയുള്ള സ്ഥലമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം. ഇങ്ങനെയാണ് നമ്മുടെ മുകളിൽ നിന്ന് ഉള്ള വ്യൂ കിട്ടുന്നത്. നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂടൊന്നുമില്ല. അത് തന്നെ ഒരു വലിയ സുഖമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ല ഈ കലണ്ടറിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്കൈയും ഇതൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നെക്സ്റ്റ് സ്പോട്ടാണ്. ഇത് കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് നടന്ന് കയറി ഏറ്റവും ടോപ്പിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. അവിടെ എത്തുമ്പോഴേക്കും 2-3 തവണ കോട വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേ ആ കാണുന്ന ആ കുരിശ് കണ്ടോ, അവിടെ തൊട്ട് നമ്മൾ കയറി. മുറ്റത്ത് കിടക്കുന്ന പ്ലാവില മറിച്ചിടാത്ത ഞാനാണ് ഈ കണ്ട കുന്നൊക്കെ കയറിയത്. അതുകൊണ്ട് അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു. ആ ടോപ്പിലെത്തിക്കഴിഞ്ഞ് നമുക്ക് താഴെ നോക്കുമ്പോൾ അടിപൊളി ഒരു വീട് കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനേക്കാൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. നമ്മളിങ്ങനെ കയറി കയറി മുകളിലെത്തിയപ്പോൾ നല്ല കോട വരാൻ തുടങ്ങി. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ടാണ് തോന്നുന്നു. അതേപോലെ ചാറ്റൽ മഴ പെയ്താലും ഇങ്ങനെ കോട വരും. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിൽ കയറി വന്നത്. ഇത്ര ദൂരം നമ്മൾ നടന്നു വന്നു. ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചത് മുകളിൽ ആരുമില്ല എന്നാണ്. പക്ഷെ കുറേ പേര്, ഒരു ഫാമിലിയായിട്ട് കുറേ പേര് അവിടെ നേരത്തെ തന്നെ വന്ന് സെറ്റിലായിരിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ആ കുരിശാണിത്. ഇതിന് താഴെ നിന്നുള്ള വ്യൂ, താഴേക്കുള്ള വ്യൂ ആണ്. ഇവിടെ എല്ലാ മലകളിലും വ്യൂ പോയിൻറ്റ്സും സെയിം ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മലയിൽ നിന്നും വ്യൂ കണക്റ്റഡ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ നമുക്ക് നല്ല കോട കയറി വരുന്നുണ്ടായിരുന്നു. വാവ്. പിന്നെ ഡിന്നറാണ്. ഡിന്നർ ഫ്രൈഡ് റൈസും നല്ല നാടൻ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേ ഇതാണ്. ഇതിൻ്റെ ട്രീ ഹൗസാണ്. താഴെ 2 ഫ്ലോറ്, പിന്നെ ഏറ്റവും മൂന്നാമത്തെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിലാണിത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല വ്യൂ ആണ്. ഓപ്പൺ ഏരിയ ആയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഫാനിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. അത്രയും നല്ല സുഖം. ഇത് ഞാൻ പകൽ കാണിച്ചു തരാം. ഫുൾ രാത്രി ആയപ്പോഴാണ് നമ്മൾ സ്ഥലത്തെത്തിയത്. സ്പൈസ് ഫാമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇതാണ് പകലുള്ള വ്യൂ. ഫ്രണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ളത് നമുക്ക് കയറി കാണിച്ചു തരാം. യെസ്, ഇത് ഫുള്ള് മറ്റേ ഏലം തോട്ടമാണ്.
ഇവരുടെ തന്നെ ഫാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്നു. ബ്രെഡും ബട്ടറും ഉണ്ട്, പിന്നെ ജാം, പൈനാപ്പിൾ ജാമാണ്. ഇവിടെ പൈനാപ്പിളും ഒരുപാടുള്ള സ്ഥലമാണ്, ഇവിടെ നിന്നാണ് തോന്നുന്നത്. പിന്നെ നൂൽപുട്ടും വെജ് സ്റ്റൂ, മുട്ടക്കറി എന്നും ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്കിനി ഫാം കാണാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ നേരെ നടക്കാം. ഇത് ഫുൾ ഏലമാണ്. ഏലം ചെറുതായിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ ചെറിയ ചെറിയ ഒരു പക്ഷികളും പ്രാവ്, പിന്നെ മുയൽ, പിന്നെ മറ്റേ ഹാംസ്റ്റേഴ്സ്. യെസ്, ഇതാണ് ഹാംസ്റ്റേഴ്സ്, എലിക്കുഞ്ഞുങ്ങൾ. പിന്നെ ഫിഷും, കുളം താമരയൊക്കെ ഉണ്ട്. ഫിഷ് അവിടെ വളർത്തുന്നത്. നമുക്ക് ചെറിയ പൂളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അവിടെ നമ്മൾ എൻജോയ്. ഇത് ഫിഷ് ടാങ്ക് അല്ല, കുളം, മീൻ വളർത്തുന്ന കുളം എന്നാണ് പറഞ്ഞത്. രാത്രി ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ എടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വേറെയും സ്റ്റേ ഉണ്ട്. ട്രീ ഹൗസ് അല്ലാതെ വേറെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ റിസോർട്ടിൽ നമ്മൾ ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ പോയത് രാമക്കൽ മേടിലാണ്. ഇതാണ് രാമക്കൽ മേട്. ഇത് നമ്മൾ ടോപ്പ് വ്യൂവിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് താഴെയുള്ള വ്യൂ അത്. ഇത് ഏതാ സ്ഥലം ഇവിടെ നോക്കിയാൽ ഉള്ളതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് കപ്പ ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചുരുളി ടണലിലേക്കാണ് പോയത്. ഈ ടണൽ ഇവിടെ പുറത്ത് എഴുതി വെച്ചത് കണ്ടപ്പോഴേ ഞാനവിടെ സ്റ്റോപ്പായി. കാരണം 5 കിലോമീറ്ററോളം ഇങ്ങനെ ഗുഹ നീണ്ടു കിടക്കുകയാണ്. ഇത് പണ്ടെപ്പോഴോ 1947 എന്തോ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയങ്കര പാമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഉള്ളിൽ കയറിയില്ല. പിന്നെ നമ്മൾ പുളിക്കാനം വഴിയാണ് ഇറങ്ങിയത്. ഇറങ്ങി ഒന്നും പറയണ്ട, ഫുൾ കോട, നല്ല കോട കിട്ടി. ഫുൾ ലൈറ്റിൽ റെഡ് കളറായിട്ടാണ് ഉണ്ടായിരുന്നത്. എല്ലാ വണ്ടികൾക്കും വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. അത്രയും സ്ലോ ആയിട്ടായിരുന്നു വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയും ഇതിൽ ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടയിൽ പോകുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കോടയിൽ ഉള്ള യാത്ര. എല്ലാ വണ്ടിക്കാരും ഭയങ്കര സ്ലോ ആയിട്ട് പേടിച്ചാണ് പോണത്. കാരണം ഏത് സൈഡിലാണ് ഇവിടെ കൊക്കയുള്ളതെന്ന് അറിയില്ല. ഇടിവാൾ മിന്നുമ്പം ഫുൾ ഒരു തരം ക്രിംസൺ റെഡ് എന്ന് പറയുന്ന ഒരു കളറായിരുന്നു. ഇതിപ്പോൾ മറ്റേ ലൈറ്റ് ഫുൾ ഇങ്ങനത്തെ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്നും കാണുന്നില്ല. പിന്നെ കുറേ ചില ബൈക്കുകൾക്ക് മാത്രം യെല്ലോ ലൈറ്റ്, റൈഡ് ബൈക്സിന് മാത്രം. അപ്പം